ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 21-ാം തീയതിയാണ്. ഈ ദിവസം എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന യോശുവയുടെ പുസ്തകം 11-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം വളരെ രസകരമായിരിക്കുന്ന അധ്യായം എന്ന് ഞാൻ പറയട്ടെ. അസാമാന്യമായിരിക്കുന്ന യുദ്ധങ്ങളും വിജയങ്ങളും നേടിയ ഒരു അധ്യായമാണിത്. യോശുവയ്ക്കെതിരെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു യുദ്ധമാണ്. ഈ അധ്യായം വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്തോരം ആളുകളാണ് യോശുവയ്ക്കെതിരെ യുദ്ധത്തിന് വന്നതെന്നറിയാമോ? അതെ, മാദോൻ രാജാവായ യോബാവ്, ശിമ്രോൻ രാജാവ്, അർക്കശാബ് രാജാവ്, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റേ കനാന്യർ, പർവ്വതങ്ങളിലെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, എബൂസ്യർ, മിസ്പേ ദേശത്തുള്ള ഹെർമോൻ്റെ അടിവാരത്തുള്ള ഹിവ്യർ, അവരെപ്പറ്റി പറഞ്ഞ അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളുമായി സൈന്യവുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോൻ തടാകത്തിനരികെ ഇറങ്ങിയെന്നാണ്. പിന്നെയും ഒരുപാട് ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള രാജാക്കന്മാർ അനേകരെ, ഒരു ഡസനോളം രാജാക്കന്മാർ ഒരുമിച്ച് അങ്ങോട്ട് കൂടി. ഇവർ പറഞ്ഞു, യോശുവയെ നമുക്ക് തകർക്കാമെന്ന് പറഞ്ഞു. ഇവരിങ്ങനെ എത്ര പേരെയാണ് ഇവരെ ഇപ്രാവശ്യം നമുക്ക് തകർക്കാമെന്ന് പറയാൻ. അവർ തകർക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഭയങ്കര ഒരു സംഭവമാണ്. എന്നിട്ട് അവർ വിജയിച്ചോ? അവർ വിജയിച്ചില്ല. ദൈവം അവരോട് പറഞ്ഞതായിരിക്കുന്നൊരു കാര്യമാണ്, യോശുവയോട് പറഞ്ഞൊരു കാര്യമാണ്. എനിക്കത് വളരെ സ്വന്തമാണ്. ഇസ്രായേലിൻ്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കി. ഞാൻ നാളെ ഈ നേരം അവരെ ഒക്കെയും ഇസ്രായേലിൻ്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കും. നീ അവരുടെ കുതിരകളുടെ കുതിയരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം. അങ്ങനെ യോശുവയും പടജ്ജനമൊക്കെയും മേരോൻ തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്നു. അവരെ ആക്രമിച്ചു. യഹോവ അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. മഹാനഗരമായ സീദോൻ വരെയും മിസ്രൈഫോത്തുമേയും വരെയും കിഴക്കോട്ട് മിസ്പേ താഴ്വര വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. ആരും ശേഷിക്കാതെ വരെ. എത്ര ആളുകളാണ് വന്നത്! എത്ര 1000-10,000 രഥങ്ങളും കുതിരകളുമായിട്ടാണ് വന്നത്. ന്യായമായി പറഞ്ഞാൽ യോശു പേടിക്കേണ്ട ഒരു ദിവസമാണ് ഈ ദിവസം എന്ന് പറയുന്നത്. യോശു ഭയപ്പെടണം. കാരണം എന്താ? കനാനിൽ ചെന്ന് യുദ്ധം ചെയ്തെങ്കിലും ഓരോരോ രാജാക്കന്മാരോടും 2 രാജാക്കന്മാരോടും അങ്ങേയറ്റം 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് ഇപ്പോൾ 5 രാജാക്കന്മാരല്ല, ദേശത്തുള്ള എല്ലാ രാജാക്കന്മാരും കൂടെ വരികയാണ്. ആ യുദ്ധത്തിൽ ദൈവം പറഞ്ഞത്, ഞാൻ അവരെ നിൻ്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കുമെന്നാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയാണ്. അവരെ ചത്തു വീഴും. എങ്ങനെയാണ് അവർ ചത്തു വീഴുമാറാക്കിയത്? യോശുവയുടെയും സൈന്യത്തിൻ്റെയും വാളുകൊണ്ടാണ്. അവിടെ ഒരു പ്രയോഗമുണ്ട്. ഈ പ്രയോഗമാണ് ആധുനിക യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗം എന്ന് പറയുന്നത്. 7-ാം വാക്യത്തിൽ യോശുവയും പടജ്ജനമൊക്കെയും മേരോൻ തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് ആക്രമിച്ചു. ബ്ലിറ്റ്സ് എന്ന് പറയും. ബ്ലിറ്റ്സ് ഇറ്റ് ഓവർ എന്ന് പറയും. ബ്ലിറ്റ്സ് എന്ന് പറയുന്നത് 2-ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ ഉപയോഗിച്ചതായിരിക്കുന്ന യുദ്ധമുറയാണ്. ഒരു പട്ടണത്തിന് നേരെ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭയങ്കരമായ കുതിരകളും പ്ലെയിനും എല്ലാം കൂടെ ചെന്നിട്ട് ഒരൊറ്റ 15 മിനിറ്റ് തകർത്ത് തിരിഞ്ഞു പോരുക. ദാറ്റ്സ് വാട്ട് ബ്ലിറ്റ്സ് എന്ന് പറയുന്നത്. സോ ജോഷുവ ബ്ലിറ്റ്സ്ഡ് ഇറ്റ് ഔട്ട്. ഈ പട്ടാളത്തിന് നേരെ അങ്ങോട്ട് ഒരു പ്രതീക്ഷയില്ല. രാത്രിയിൽ നേരെ എല്ലാവരും അങ്ങോട്ട് ചെന്നിട്ട് ഒരൊറ്റ തകർപ്പങ്ങ് തകർത്തു. എല്ലാം ചത്തടിഞ്ഞ് വീണു. ആയിരക്കണക്കിന്. ദൈവത്തിന് യുദ്ധം ചെയ്യിപ്പിക്കാനായിട്ട് ആകാശത്തു നിന്ന് വലിയ കല്ലുകൾ പോലെ മഞ്ഞുകെട്ടുകൾ വീട് പണി അവരെ തോൽപ്പിക്കാം. ഭൂമി കുലുക്കി പണി അവരെ തോൽപ്പിക്കാം. ദൈവം അതൊന്നും ചെയ്യാതെ ദൈവം തൻ്റെ ജനത്തെ ഉപയോഗിച്ച് ദൈവം തോൽപ്പിക്കും. ശത്രു സംഹാരത്തിനുള്ള എന്ത് മാർഗമാണ് നിശ്ചയിക്കുന്നത്? ക്യാപ്റ്റനായ യോശുവയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ക്യാപ്റ്റനായി വന്ന ഒരാളുണ്ടല്ലോ. യോശുവൊക്കെ കണ്ടത് ചെന്ന് ചോദിച്ചല്ലോ, നീ ആരുടെ പക്ഷത്താണെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ പക്ഷത്തല്ല, അവിടെയും പക്ഷത്തല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് വന്നിരിക്കുന്നു പറഞ്ഞു. ആ ദൈവമാണ്. നമ്മളും ഈ യുദ്ധത്തിൽ തന്ത്രം ചെയ്തത് നല്ലതാണ്. നമ്മൾ ദൈവത്തോട് പറയുകയും ദൈവം നമുക്ക് വിജയം തരികയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളങ്ങനെ വഴങ്ങിയിരിക്കരുത്. വി നീഡ് ടു ബ്ലിറ്റ്സ് ഇറ്റ് ഔട്ട്. നാം ആരുടെ ഭാഗത്താണെന്ന ചോദ്യം അതിപ്രധാനമാണ്. ദൈവത്തിൻ്റെ ഭാഗത്താണ് നാം നിൽക്കുന്നതെങ്കിൽ എത്ര പ്രതികൂലങ്ങൾ വന്നാലും നാം യുദ്ധത്തിൽ ജയിക്കും കേട്ടോ. മറിച്ച് ദൈവം നമ്മോടുകൂടെ ഇല്ലെങ്കിൽ എത്രയധികം ആയുധങ്ങളുണ്ടെങ്കിലും നമ്മൾ യുദ്ധത്തിൽ തുറക്കും. ഈ രാജാക്കന്മാർ അങ്ങനെ. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് കുതിരകളുണ്ട്, പടകളുണ്ട്, രഥങ്ങളുണ്ട്, സായുധങ്ങളുണ്ട്, വലിയ വലിയ വാളുകളുണ്ട്, കുന്തങ്ങളുണ്ട്, യന്ത്രമുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചോദ്യം എന്ന് പറഞ്ഞാൽ ദൈവം ആരുടെ പക്ഷത്താണ്? നിങ്ങൾ ആയുധങ്ങളുടെ ശക്തിയാലാണോ യുദ്ധത്തിന് വരുന്നത്, അതോ ദൈവത്തിൻ്റെ സഹായത്താലാണോ? യോശുവയും ആളുകളും ദൈവസഹായത്താൽ യുദ്ധത്തിൽ ചെന്നു. ഒരു കുതിരകളിലും രഥങ്ങളിലും ആശ്രയിച്ചില്ല. ഇവർ കുതിരകളുടെ രഥങ്ങളിലും ആശ്രയിച്ചു. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ,
Some boast in horses, some in chariots, but we will boast in the name of the Lord our God. They have bowed down and fallen down, but we have risen and stood upright. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, നാമോ നമ്മുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു, അവർ വീണു, നാമോ എഴുന്നേറ്റ് നിന്നു. ദൈവത്തിൻ്റെ ശക്തിയിൽ യോശുവയും ജനവും എഴുന്നേറ്റ് നിന്നു, വീര്യം പ്രവർത്തിച്ചു, വെട്ടിക്കൊന്നു. ഒരു കാര്യം ദൈവം യോശുവയോട് പറഞ്ഞു, നിങ്ങൾ ഈ കുതിരകളെല്ലാം പിടിക്കുമ്പോഴേ, യുദ്ധക്കുതിരകളാണ്, ചെറിയ കുതിരകളൊന്നുമല്ല, ഭയങ്കര വേഗത്തിലുള്ള യുദ്ധക്കുതിരകളാണ്. ഈ കുതിരകളെ പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, അവയുടെ എല്ലാം കുതിഞ്ഞരമ്പ് വെട്ടണമെന്ന് പറഞ്ഞു. യുദ്ധക്കുതിരയുടെ കുതിയരമ്പ് കിട്ടിയാൽ എന്താ സംഭവിക്കുന്നറിയാമോ? ഈ ഞരമ്പ് വലിഞ്ഞു നിൽക്കുന്നുണ്ടായി പിന്നെ ഓടുന്നത്, ആ ഞരമ്പ് മുറിച്ച് പോയാൽ പിന്നെ കാലിങ്ങനെ ചാന്ന് കിടക്കും. അതാ സംഭവിക്കുന്നത്. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത്രയും കുതിരകളെ ഇവരുടെ സൈന്യത്തിൽ കണ്ടിട്ട് ഇനി അടുത്ത യുദ്ധത്തിന് പോകുമ്പോൾ എടാ നമുക്ക് രഥങ്ങളും കുതിരകളും ഉണ്ട്, നമുക്ക് ജയിക്കാമെന്ന് പറയാൻ പാടില്ല. ഒരൊറ്റ കുതിരയും യുദ്ധത്തിന് കൊള്ളാവുന്ന കുതിരയല്ല. നിങ്ങളാ കുതിരകളെ വെച്ചോ, ബ്രീഡ് ചെയ്യാൻ ഉപയോഗിച്ചോ, നല്ലയിനം കുതിരകളാണ്. പക്ഷേ നിങ്ങളുടെ ജയങ്ങളൊന്നും ഈ കുതിരകളെ ആശ്രയിച്ചായിരിക്കുന്നില്ല. നിങ്ങളുടെ യുദ്ധമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തിലാണ്. ഞാൻ അവരെ നിങ്ങളുടെ മുന്നിൽ ചത്തു വീഴുവാറാക്കും. നിങ്ങൾ രഥങ്ങളെ വെട്ടി അതിൻ്റെ കുതിയറമ്പുകൾ വെട്ടിക്കളയണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവി തലമുറകൾക്ക് വേണ്ടി നാം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? യുദ്ധക്കുതിരകളുടെ കുതിയറമ്പ് വെട്ടിക്കളയണം. എന്ന് പറഞ്ഞാൽ, നാം ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യുദ്ധം ജയിച്ചു, പക്ഷേ നാളെ നമ്മുടെ മക്കൾ ഈ കുതിരകളിൽ ആശ്രയിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാനിടയാകരുത്. ഇന്ന് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചു, നാം ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിയത്, നാളെ ഇവർ ദൈവം നൽകിയ ജോലിയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ ജീവിക്കാൻ ഇടയാകരുത്. അവർ ആ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. അതെ, ഒന്നുമില്ലാതിരുന്ന ആളുകൾക്ക് വരണ്ട നിലത്ത് ദൈവം റബ്ബർ വെക്കാനുള്ള കൃപയൊക്കെ കൊടുത്തു. ദൈവം റബ്ബർ തോട്ടത്തെ അനുഗ്രഹിച്ചു. ഇന്നിപ്പോൾ ദൈവത്തിലല്ല ആശ്രയം, റബ്ബർ തോട്ടത്തിലാണ് എല്ലാവർക്കും ആശ്രയം. ഇവിടെ റബ്ബർ തോട്ടമുണ്ട്, യാതൊന്നും വിഷമിക്കാനില്ലെന്ന് പറഞ്ഞ് നമുക്ക് 500 റബ്ബറില്ലേ, അത് കറയുള്ള റബ്ബറാണ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ കർത്താവേ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, റബ്ബറേ എന്ന് വിളിച്ചാൽ മതി. ഒരു മനുഷ്യൻ്റെ ചരിത്രം കേട്ടു, അവന് 350 റബ്ബറുണ്ട്. ആ റബ്ബർ കൊണ്ടാണ് അവൻ ജീവിച്ചത്. അവന് ദൈവവും വേണ്ട, മനുഷ്യനും വേണ്ട, ഒന്നും വേണ്ട. അവൻ്റെ റബ്ബർ നന്നായിട്ട് 105ൻ്റെ റബ്ബറാണ്, നല്ല കറയുള്ള റബ്ബർ. അവനങ്ങനെ റബ്ബറിൽ ആശ്രയിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഒരു കൊടുങ്കാറ്റ് അടുപ്പിച്ചിട്ട് ഒരു മൂട് അവനെ നിർത്തിയിട്ട് ബാക്കി 350 വരുന്നത് 349 എണ്ണവും മറിഞ്ഞുപോയി, വീണുപോയി. അവനതിൻ്റെ പാടത്തിറങ്ങി നോക്കിയപ്പോൾ പാടത്ത് മണ്ണിട്ട് നിരത്തിയ റബ്ബറുകളായിരുന്നു, നന്നായിട്ട് വളരുന്ന റബ്ബറുകളായിരുന്നു. വെള്ളമുള്ളതുകൊണ്ട് നല്ല കറയും കിട്ടുമായിരുന്നു. എല്ലാം വീണ് കിടക്കുന്നു, ഒന്നിന് പുറകെ ഒന്ന് ഒരടിച്ച് നിരത്തി. ഒരു വിധത്തിൽ രക്ഷപ്പെടുത്താനൊക്കെ ഇല്ല. എന്നിട്ട് അവൻ പറയുന്ന ഒരാൾ പറഞ്ഞത്, ആ നിന്ന ഒരു റബ്ബർ മരത്തിൽ അവൻ ആത്മഹത്യ ചെയ്തെന്നാണ് പറഞ്ഞു. ഞാനിനി എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ ഈ റബ്ബർ കൊണ്ടാണ് ജീവിച്ചത്, ഈ റബ്ബറിനെ ആശ്രയിച്ചാണ് ഞാൻ ജീവിച്ചത്, ഈ റബ്ബറാണ് എൻ്റെ ചിലവ് നടത്തിയത്. ആ റബ്ബർ മുഴുവൻ പോയി, ഞാനിനി എങ്ങനെയാണ് ജീവിക്കുന്നത്? ഒരു മൂന്ന് റബ്ബർ ദൈവം നേരെ നിർത്തി, അതെനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് നിർത്തിയെന്ന്. അത് കയറി കിട്ടിയാൽ ഈ റബ്ബറിൽ ആശ്രയിച്ച മനുഷ്യന് മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് റബ്ബറിൽ ആത്മഹത്യ ചെയ്യേണ്ടത്. തന്നതും ദൈവം, റബ്ബർ എടുത്തു കളഞ്ഞതും ദൈവം. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന് പറയുവാൻ കഴിഞ്ഞവന് റബ്ബർ പോയാലൊന്നും ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു, നീ ഈ കുതിയരമ്പുകൾ വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. കാരണം എന്താണ്? അടുത്ത യുദ്ധത്തിൽ ഈ കുതിരകളെ ആശ്രയിച്ചുകൊണ്ട് യുദ്ധം ചെയ്യരുത്. രഥങ്ങൾ പിടിച്ചെടുത്തു, ആയിരക്കണക്കിന് രഥങ്ങളും അവയുടെ കുതിരകളും കൊണ്ട് അടുത്ത യുദ്ധത്തിന് പോകുമ്പോൾ കേരള രഥങ്ങളിൽ ഓടിക്കടാ കുതിരയെ എന്ന് പറയാനിടയാകരുത്. ഇതുവരെ യുദ്ധം കാലാളാണ്, കാലാൾ യുദ്ധമാണ്. നടന്ന് എന്ന യുദ്ധം വാളോട് വാൾ വെട്ടി യുദ്ധം ചെലുക്കുകയാണ്. ആ ശൈലിയൊന്നും മാറാനിടയാകരുത്. ഇല്ല, നിങ്ങളുടെ ബ്ലിറ്റ്സ് തന്നെ മതി. ബ്ലിറ്റ്സ് ഇറ്റ് ഔട്ട്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കടന്നൽ കൂട്ടങ്ങൾ വന്ന് ആക്രമിക്കുന്നത് പോലെ വന്ന് ആക്രമിക്കുക. ഇതാണ് വേണ്ടത്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം എപ്പോഴും നമ്മൾ നിർത്തണം. അതൊരു കുതിരകളുടെ രഥങ്ങളിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. കുതിരകളുടെ ശക്തി മാംസശക്തിയാണ്. നമ്മുടെ ദൈവം ആത്മാവാകുന്നു. അവൻ്റെ മുൻപിൽ ഒരു കുതിരയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല. ദൈവത്തോടുകൂടെ നിന്ന് തൻ്റെ ഇഷ്ടപ്രകാരം യുദ്ധം ചെയ്താൽ ഏത് കുതിരകളെയും ഏത് രഥങ്ങളെയും നാം തോൽപ്പിക്കുന്നതാണ്. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്. ദൈവം പറഞ്ഞതാണ്, ഞാൻ അവയെ നിങ്ങളുടെ മുൻപിൽ ചത്തു വീഴുമാറാക്കും. വാളുകൊണ്ട് വെട്ടിയാകാം, അത്ഭുതങ്ങൾ കൊണ്ടാകാം. പക്ഷേ യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നമുക്ക് ജയം നൽകും. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ തുറന്ന് ആശ്രയിക്കാമെന്നാണ് ഞാൻ പറയുന്നത്.
നമുക്ക് മുഖാന്തരങ്ങളൊക്കെ തരും. നമ്മുടെ വിശ്വാസത്തെ ചെക്ക് ചെയ്യാനായിട്ട് പരിശോധിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് കുതിരകളെയും രഥങ്ങളെയും തന്നിരിക്കും. നല്ല ശക്തമായ കുതിരകൾ, ഒന്നാന്തരം രഥങ്ങൾ. അതിലൊരു 12,000 രഥങ്ങളും കുതിരകളും ഉണ്ടെങ്കിൽ പിന്നെ ഏത് യുദ്ധമോ ജയിക്കാൻ വയ്യാത്തത്? വേണ്ട, ദൈവം പറഞ്ഞു വേണ്ട. കുതിരകളെ, ഓട്ടക്കുതിരകളെല്ലാം ഞരമ്പ് പൊട്ടിക്കൊള്ളാൻ പറഞ്ഞു, കുതിഞ്ഞരമ്പ് പൊട്ടിക്കൊള്ളാൻ പറഞ്ഞു. അവയ്ക്ക് ഓടാൻ കഴിയാത്ത നില, ഇൻകപ്പാസിറ്റേറ്റ് ദം. നിങ്ങളുടെ ആശ്രയം എന്നിലായിരിക്കട്ടെ, നിങ്ങളുടെ ആശ്രയം കുതിരകളിലായിരിക്കരുത്. അത് നമുക്ക് ഇന്നും പാഠമാണ്, ദൈവം തരുന്ന ബുദ്ധിപദേശമാണ്. അതുകൊണ്ട് കുതിരശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനല്ല, പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനൊക്കെ ഒന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവം അങ്ങനെ നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേലിൻ്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കി ദൈവം അവരെ എല്ലാം ഇസ്രായേലിൻ്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കി. എന്നിട്ട് തിരിഞ്ഞ് ബാക്കിയുള്ള രാജാക്കന്മാരെ എല്ലാവരും തോൽപ്പിച്ചു. എന്നിട്ട് അവസാനം ആ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണെന്നോ? ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യനും ശേഷിച്ചിരുന്നില്ല. അവരെപ്പറ്റി, ഇസ്രായേലിനെ പറ്റി അവർ നെഞ്ചുറപ്പിച്ചു ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തി. ഈ ആളുകളെ നെഞ്ചുറപ്പിച്ചു, ചെല്ലടാ പെട്ടെന്ന് പറഞ്ഞു. ചെന്നങ്ങോട്ട് നിന്നു, ഇസ്രായേൽ വെട്ടി വീഴ്ത്തി. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമ്മോടൊന്നും ചെയ്യാനൊക്കില്ല. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. യോശുവയെ ആ സത്യം പഠിപ്പിച്ചു. കുതിരകളിൽ ആശ്രയിക്കരുത്, രഥങ്ങളിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നിങ്ങൾക്ക് വിജയം തരും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് വിജയം വരിക്കുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ.